ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യം തമ്മിൽ കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ കുറേ പേർക്കെങ്കിലുമൊക്കെ അറിയാവുന്ന കാര്യവും കൂടെ ആയിരിക്കും, എന്നാലും ഒന്ന് ജസ്റ്റ് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ ഒരുപാട് അടിയും പിച്ചും ഞുള്ളും എല്ലാം കൊണ്ട് വളർന്ന പല ആയുധങ്ങൾ കൊണ്ട്, ചൂരൽ, പുളിവടി, അങ്ങനെ കയ്യിൽ കിട്ടുന്ന എന്ത് സാധനം കൊണ്ടാണെങ്കിലും ഇഷ്ടം പോലെ അടി, അങ്ങനത്തെ ശിക്ഷാവിധികളൊക്കെ കൊണ്ട് വളർന്നു വന്നവരാണ് നമ്മൾ. എൻ്റെ ചെറുപ്പം എനിക്ക് തോന്നിയ മിക്ക ടൈമിലും മുട്ടയിലായിരുന്നു. വീട്ടിലത്തെ ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കാതെ വരും, അങ്ങനെ എന്തെങ്കിലും ചെറുപ്പത്തിലെ ക്രിമിനൽ പ്രവർത്തികൾക്കൊക്കെ മുട്ടിൽ നിർത്തുക എന്നുള്ളതായിരുന്നു എൻ്റെ ഓർമ്മയിലുള്ള മെയിനായിട്ടുള്ളൊരു വീട്ടിലെ ശിക്ഷാ നിയമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം നമ്മളൊക്കെ അങ്ങനെയൊക്കെ വളർന്നു വന്നവരാണ്, അതുകൊണ്ട് നമ്മൾ വളരെ സ്ട്രോങ് ആണ്. പക്ഷേ ഒന്നുണ്ടെങ്കിൽ ഒലക്കടിക്കണം എന്ന് അങ്ങനെ എന്തൊക്കെയോ ഒരു പഴഞ്ചൊല്ലൊക്കെ ഉണ്ടായിരുന്നു നമുക്ക്. അപ്പം അങ്ങനെ ശീലിച്ച് വന്നവരൊക്കെ ഉണ്ടെങ്കിൽ, കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇങ്ങോട്ട് വരാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഒരു പ്രിക്കോഷനായിട്ട് ഞാൻ പറയുകയാണ്, UK കുഞ്ഞുങ്ങളെ നമുക്ക് അടിച്ച് വളർത്താൻ പാടില്ല. അടിച്ചോ യാതൊരു വിധത്തിലുള്ള ദേഹോപദ്രവം കുഞ്ഞുങ്ങളെ നമുക്ക് ഏൽപ്പിക്കാൻ പാടില്ല. കുഞ്ഞുങ്ങളെ നല്ല ആരെ ഏൽപ്പിക്കാൻ പാടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീരെ ചെറിയ പ്രായമാണ്. അപ്പം പറഞ്ഞു വരുന്നതിൻ്റെ കണ്ടന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ വിചാരിക്കും നമ്മൾ വീടിനകത്താണ്, പിള്ളേരെ അടിച്ചല്ലാതെ എങ്ങനെ വളർത്തും. ഇപ്പം എൻ്റെ കുഞ്ഞാണെങ്കിൽ പോലും എനിക്കൊരു കുഞ്ഞുണ്ടായാൽ എനിക്ക് അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടാകും നാച്ചുറലായിട്ട്. കാരണം നമ്മൾ അങ്ങനെയാണ് വളർന്നു വന്നേക്കുന്നത്. നമ്മുടെ വീടിനകത്ത് വെച്ച് അടിച്ചിട്ടുണ്ടെങ്കിൽ ആരറിയാൻ, ആര് കാണാൻ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്ന ഒരു ടൈം ആകുമ്പോൾ സ്കൂളിൽ ചെന്നിട്ട് ടീച്ചേഴ്സ് ആണെങ്കിൽ കാഷ്വൽ ആയിട്ടുള്ളൊരു സംസാരത്തിലായിരിക്കും. അതായത് അവരോട് ജനറലായിട്ട് ടീച്ചേഴ്സൊക്കെ ആണെങ്കിൽ നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് സംസാരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ പോലെ മറ്റേ പാവാട പൊക്കി അടിക്കുന്ന സെറ്റപ്പ് ഒന്നും ഇവിടെ ഇല്ല. ടീച്ചേഴ്സിനെ നമ്മൾ എല്ലാവരും പേരാണ് വിളിക്കുന്നത്, മിസ് അല്ലെങ്കിൽ മിസ്സസ് വാട്ടെവർ, അങ്ങനെയാണ് നമ്മളിവിടെ വിളിക്കുന്നത്. ഇപ്പോൾ ഞാനാണ് ടീച്ചറെങ്കിൽ എന്നെ മിസ് ലീനിയാന്നോ അല്ലെങ്കിൽ മിസ്സസ് ലീനിയാന്നോ അങ്ങനെയൊക്കെ അവർ അഭിസംബോധന ചെയ്യുന്നത്. കുട്ടികൾ ടീച്ചേഴ്സിനെ വിളിക്കുന്നത്. അപ്പോൾ കുട്ടികളും ടീച്ചേഴ്സും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ബന്ധമാണ്. അപ്പോൾ ഇൻ കേസ് അവരവിടെ പോയിരുന്ന ജസ്റ്റ് കാഷ്വൽ ആയിട്ടുള്ള സംസാരത്തിൻ്റെ ഇടയ്ക്ക് ചോദിക്കുക, വീട്ടിൽ ഡാഡിയോ മമ്മിയോ ആരെങ്കിലും നിങ്ങളെ അടിക്കാറുണ്ടോ, അല്ലെങ്കിൽ വഴക്ക് പറയാറുണ്ടോ, അങ്ങനെ എന്തെങ്കിലും കുഞ്ഞുങ്ങളോട് ചോദിച്ചു. കുഞ്ഞുങ്ങൾ കാഷ്വലായിട്ട് പറയാം, ഇന്നലെ എന്നെ ഡാഡി അടിച്ചായിരുന്നു, ഇതേ തൊടയിൽ അതിനുള്ള പാടുണ്ട് എന്നെങ്ങാനും പറഞ്ഞാൽ തീർന്നു എന്ന് കൂട്ടിയാൽ മതി. കാരണം ഇവിടുത്തെ നിയമം അനുസരിച്ച് നമ്മൾ കുഞ്ഞുങ്ങളെ അടിക്കാൻ പാടില്ല. ബസ്സിലൊക്കെ പോകുമ്പോഴാണെങ്കിലും നമ്മളിപ്പോൾ പിള്ളേർ ഒരു പ്രായം വരെ നമുക്ക് കുറേ ഒരു ടോട്ട്ലേഴ്സ് ആ ഒരു ടൈം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ അത്യാവശ്യം നല്ല വികൃതിയായിട്ടുള്ള പ്രായമായിരിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ പറഞ്ഞ് നമുക്കവരെ അടക്കിയിരുത്താനോ ഒതുക്കിയിരുത്താനോ പറ്റിയെന്ന് വരില്ല. നമ്മുടെയൊക്കെ ഒരു രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പിരി കൊടുക്കും, അടിക്കൂടെ ഒരു ഞുള്ളങ്ങ് വെച്ച് കൊടുക്കുമ്പോൾ കുറച്ച് നേരത്തേക്ക് കനഞ്ഞിട്ട് അനങ്ങാതിരുന്നുള്ളൂ. പിന്നെ അടുത്ത തവണ എഴുന്നേറ്റ് വരുമ്പോൾ പറയും, മുന്നത്തെ ഞുള്ള ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു കഴിയുമ്പോൾ പിള്ളേർ അടങ്ങാതിരുന്നോളൂ. അതായിരുന്നു നമ്മുടെ ഒരു രീതി. പക്ഷേ ഇവിടെ ഒരു ബസ്സൊക്കെ ആയിട്ട് പിള്ളേരോട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ക്യാൻ യു സിറ്റ് ഡൗൺ പ്ലീസ് എന്ന് മാത്രമേ നമുക്ക് ചോദിക്കാൻ പറ്റുള്ളൂ. അത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് വോയിസ് റേസ് ചെയ്ത് ചോദിക്കാം, എന്നാലും ആൾക്കാർ നോട്ടീസ് ചെയ്ത് തുടങ്ങാം നമ്മൾ വോയിസ് റേസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ. അപ്പം പ്ലീസ് എന്നുള്ളൊരു വാക്കിന് ഭയങ്കര സിഗ്നിഫിക്കൻസ് ഉണ്ട് കേട്ടോ, ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും പറയാറുള്ളത് പോലെ. അപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ കണ്ടന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കുഞ്ഞുങ്ങളെ അടിക്കാനോ ഉപദ്രവിക്കാനോ പാടില്ല. നമ്മുടെ ഒരു ശീലം അതായതുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. കാരണം പുതിയൊരു സ്ഥലത്ത് വന്നു എന്നൊരു നമ്മൾ ശീലിച്ച കാര്യങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റില്ല. അപ്പോൾ ചെറിയ കുട്ടികളുമായിട്ടൊക്കെ മൂവ് ചെയ്യാൻ താല്പര്യമുള്ളവർ അതൊരു മൈൻഡിൽ വെക്കേണ്ട കാര്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ, അങ്ങനെ ഇന്ന കാര്യത്തിനാണ് ഞാൻ നിന്നെ അടിച്ചത്, അല്ലെങ്കിൽ ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ്, അത് മൈൻഡിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾക്ക് അങ്ങനെ ഒരു റാപ്പോട്ട് കുഞ്ഞുങ്ങളുമായിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ പോയി പറയില്ല, സേഫ് ആണെന്നുണ്ടെങ്കിൽ അതൊരു പരിധിവരെ കുഴപ്പമുണ്ടാകില്ല. എന്നാലും ഇൻ കേസ് എങ്ങനെയെങ്കിലും കുഞ്ഞുങ്ങളുടെ വായിന്ന് അറിയാതെയോ അല്ലെങ്കിൽ പിള്ളേരല്ലേ അവരറിയാതെ പറഞ്ഞു പോകും. അപ്പം അങ്ങനെ എന്തെങ്കിലും ന്യൂസ് പുറത്തേക്ക് പോയാൽ പിന്നെ നമ്മൾ മോണിറ്ററിങ്ങിലായിരിക്കും. അതായത് നമ്മൾ കുഞ്ഞുങ്ങളോട് നമ്മൾ അങ്ങനെ എന്തെങ്കിലും ബിഹേവ് ചെയ്യുന്നുണ്ടോ എന്ന് മോണിറ്റർ ചെയ്യാനായിട്ട് പോലീസോ അല്ലെങ്കിൽ അങ്ങനെ അധികാരപ്പെട്ട ആളുകളെയോ സ്കൂളിൽ നിന്ന് അവർ ഇൻഫോം ചെയ്യും. അതായത് അവരുടെ സ്കൂളിൽ നിന്ന് ഡയറക്റ്റ് പോലീസിലേക്കായിരിക്കും ഇൻഫർമേഷൻ പോകുന്നത്. ഇങ്ങനൊരു സംഭവം നടന്നു എന്നതിനെക്കുറിച്ച് നമ്മളൊരു പരിധിവരെ അവെയർ ആയിരിക്കില്ല. കാരണം നമ്മൾ അടിച്ചു, ഒരു കാര്യത്തിന് വേണ്ടി അടിച്ചു, നമ്മൾ ആ കാര്യം മറന്നുപോയി, ആ കാര്യം നമ്മൾ വിട്ടു. പിന്നെ നമ്മൾ പോലീസ് വന്നാലും നമ്മൾ അത്രയ്ക്ക് അധികമായിട്ട് നോട്ടീസ് ചെയ്യില്ല. കാരണം കുഞ്ഞുങ്ങൾ ഇങ്ങനെ ചെന്ന് സ്കൂളിൽ പറഞ്ഞു, അവരത് എസ്കലേറ്റ് ചെയ്തു എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. പോലീസ് വരുമ്പോൾ അത് വേറെ എവിടെയെങ്കിലും ആയിരിക്കും. കാരണം നെക്സ്റ്റ് ഡോറിൽ പ്രശ്നങ്ങൾ ഉണ്ടായാലും നാട്ടിലെ പോലെ നമ്മൾ അങ്ങോട്ടേന്ന് എത്തി നോക്കുമോ
ആ കാര്യങ്ങൾ നമ്മൾ അറിയോ ഒന്നും ചെയ്യില്ല. അപ്പുറത്തൊരാൾ മരിച്ചു കിടന്നാൽ പോലും നമ്മൾ അറിയില്ല. നെക്സ്റ്റ് ഡോറിൽ, അതായത് അടുത്ത വീട്ടിലൊരാൾ മരിച്ചു കിടന്നാൽ പോലും നമ്മൾ അറിയില്ല. ഇവിടുത്തെ സിസ്റ്റം അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും അപ്പുറത്തെ ഡോറിലോ ഇപ്പുറത്തെ ഡോറിലോ എവിടെയെങ്കിലും ആൾക്കാരെ നോക്കാനായിട്ട് വന്നിരിക്കുകയാണെന്ന്. പക്ഷേ പോലീസ് നമ്മളെ മോണിറ്റർ ചെയ്യുന്നുണ്ടാവും. എന്തെങ്കിലും വീണ്ടും നമ്മുടെ കയ്യിൽ നിന്നൊരു അബദ്ധം പറ്റിപ്പോയാൽ കുഞ്ഞുങ്ങളെ കൊണ്ട് അവർ പോകും. പിന്നെ അവരുടെ അണ്ടറിലായിരിക്കും കുഞ്ഞുങ്ങൾ വളരുന്നത്. അങ്ങനെ കുഞ്ഞുങ്ങളെ കൊണ്ട് അവർ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ച് നമ്മുടെ കസ്റ്റഡിയിലേക്ക് കുഞ്ഞുങ്ങളെ കിട്ടുമോ എന്നുള്ള കാര്യത്തിന് ഉറപ്പില്ല. കാരണം അവരൊരു കറക്റ്റ് പ്രൂഫുമായിട്ടായിരിക്കും കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നത്. പിന്നെ അവർക്ക് ഇഷ്ടമുള്ള ആളുകളുടെ കസ്റ്റഡിയിലേക്കോ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ചൈൽഡ് കെയർ ഹോമുകളിൽ അങ്ങനെ ഏതെങ്കിലും ഉള്ള സ്ഥലങ്ങളിലായിരിക്കും പിന്നീട് കുഞ്ഞുങ്ങൾ വളരുന്നത്. അങ്ങനെ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇന്ത്യയിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് പാരൻസിൻ്റെ വല്ലതും കസ്റ്റഡിയിലേക്ക് വിടണം എന്നുള്ള, അങ്ങനെ കസ്റ്റഡി ഏറ്റെടുക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കസ്റ്റഡിയിലേക്ക് അവർ കുഞ്ഞുങ്ങളെ വിട്ടുകൊടുക്കാൻ തയ്യാറായിരിക്കും. അല്ലാത്ത പക്ഷം അതിന് നമ്മൾ ഒരുപാട് കേസും അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് അതിൻ്റെ പുറകെ നടക്കേണ്ടി വരും. അല്ലാത്ത പക്ഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഇങ്ങനെ ചൈൽഡ് കെയർ ഹോമുകളിൽ അങ്ങനെയുള്ള ഏതെങ്കിലും സ്ഥലത്തായിരിക്കും പിന്നീടുള്ള കുഞ്ഞുങ്ങളുടെ ലൈഫ്. അങ്ങനെ ഇങ്ങനെയായിട്ടുള്ള കുഞ്ഞുങ്ങളെ ഏറ്റെടുക്കാനായിട്ട് വേറെ പേരൻസ് ഉണ്ടാവുമായിരിക്കും. അങ്ങനെ പേരൻസ് വരുമ്പോൾ എന്ന് പറഞ്ഞിട്ട് അവരെ ഏറ്റെടുക്കാനുള്ളതിൻ്റെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഏറ്റെടുക്കുന്നവർക്ക് ഗവൺമെൻറ്റിൽ നിന്ന് ഒരുപാട് സപ്പോർട്ട് കിട്ടും. ഫൈനാൻഷ്യൽ സപ്പോർട്ട്, അതുപോലുള്ള വേറെയുള്ള സപ്പോർട്ട് കിട്ടും. അപ്പം അങ്ങനെയുള്ള സപ്പോർട്ടുകൾക്ക് വേണ്ടി മാത്രമായിരിക്കും അങ്ങനെയുള്ള പേരൻസ് കുഞ്ഞുങ്ങളെ ഏറ്റെടുക്കുന്നത്. തിരിച്ച് നമ്മുടെ കസ്റ്റഡിയിലേക്ക് കുഞ്ഞുങ്ങളെ വിട്ട് കിട്ടുന്നുള്ള കാര്യത്തിന് എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. വേണമെങ്കിൽ ഞാനീ പറഞ്ഞ പോലെ നാട്ടിൽ ആരെങ്കിലും കസ്റ്റഡി ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ അവർ ഇന്ത്യയിലേക്ക് കുഞ്ഞുങ്ങളെ അയക്കും. അല്ലാത്ത പക്ഷെ ഇങ്ങനെ തന്നെ ആയിരിക്കും കുഞ്ഞുങ്ങളെ. അപ്പം ഞാൻ ഈ ഇടയ്ക്കല്ല, കുറച്ച് നാളായി ഞാൻ ഒരു മൂവി കണ്ടിരുന്നു, ഒരു ഹിന്ദി മൂവി ആയിരുന്നു. അപ്പോൾ ഇത് റിലേറ്റഡ്, അത് കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നതിൻ്റെ, അതായത് അടിക്കുന്നതിൻ്റെ അങ്ങനത്തെ റിലേറ്റഡ് സിനിമ ആയിരുന്നില്ല. അതൊരു മിഡ് വൈഫ്സ് വരും, കുഞ്ഞുങ്ങൾ അൺഹൈജീനിക് ആയിട്ട്, അതായത് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൈ കൊണ്ടൊക്കെയാണ് ചോറ് വാരി കൊടുക്കുന്നത്. അതൊന്നും ഒരു പരിധി വരെ ഇവിടെ ഇവർ സപ്പോർട്ട് ചെയ്യുന്നില്ല. അത് അൺഹൈജീനിക് മെത്തേഡാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഒത്തിരി ഇൻട്രൂഡേഴ്സ് ഉണ്ടാവില്ല. എന്നിരുന്നാലും അങ്ങനെ റിലേറ്റഡ് ഒരു മൂവി ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ആ മൂവിയും നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻസുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞു. അപ്പോൾ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ റിയൽ ലൈഫിൽ ഞാൻ കണ്ടിട്ടുള്ളൊരു ഇൻസിഡൻറ്റും കൂടെ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരിടത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഒരു കുഞ്ഞിനെയും കൊണ്ട് അവരുടെ പാരൻസ് വരുവാണ്. വന്നിട്ട് അവർ ജസ്റ്റ് പറഞ്ഞത് മിഡ് വൈഫ്സ് കൊണ്ടുവരാൻ പറഞ്ഞു. കുഞ്ഞിൻ്റെ മൂക്കിൽ ഇതങ്ങനെ ചൊറിഞ്ഞ പോലത്തെ ഒരു പാടുണ്ട്. അവരുടെ വീട്ടിൽ മിഡ് വൈഫ്സ് ജനിച്ചിട്ട് അധികം ആവാത്ത കുഞ്ഞായതുകൊണ്ട് മിഡ് വൈഫ്സ് ചെല്ലുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞാണ് മാതാപിതാക്കൾ വരുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെന്ന മിഡ് വൈഫ്സിന് സംശയമായി മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നതാണോ. അമ്മ പറഞ്ഞൊരു റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് നിപ്പിൾ റാഷ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തേക്കുന്ന ക്രീം കൊണ്ടായിരിക്കും കുഞ്ഞിൻ്റെ മൂക്ക് മുറിഞ്ഞത്, അല്ലെങ്കിൽ കുഞ്ഞ് തന്നെ ചൊറിഞ്ഞതായിരിക്കും എന്നാണ് അമ്മയുടെ ജസ്റ്റിഫിക്കേഷൻ ഈ മുറിവിനുള്ള. അപ്പം ചെന്ന് കണ്ട ആളുകൾക്ക് അതത്ര വിശ്വസനീയമായിട്ട് തോന്നിയില്ല. കാരണം കുഞ്ഞിൻ്റെ മൂക്കിൽ 2-3 വരെയുണ്ട്. അപ്പോൾ അങ്ങനെ നിപ്പിൾ ക്രീം കൊണ്ടുള്ള ഒരിതായിട്ട് എനിക്ക് കണ്ടിട്ട് തോന്നിയില്ല. പക്ഷെ കുഞ്ഞ് തന്നെ ചൊറിഞ്ഞത് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. അതിൻ്റെ കയ്യിൽ നഖോ അങ്ങനെ എന്തെങ്കിലും കാണുമായിരിക്കും. എനിക്ക് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനൊന്നും പറ്റില്ല. എനിവേ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഓൾറെഡി മിഡ് വൈഫ്സ് ഞങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ 2 പേര് വരുന്നുണ്ട്, കുഞ്ഞിനെ അവർ ഉപദ്രവിക്കുന്നുണ്ടോ എന്ന് അവർക്ക് സംശയമുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് പറഞ്ഞു. വന്ന മാതാപിതാക്കൾക്ക് അറിയില്ല, അവരെവിടുത്തുകാരെന്ന് എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല. എനിവേ വന്ന മാതാപിതാക്കൾക്ക് അറിയില്ല അവർ ഇങ്ങനൊരു ഇൻവെസ്റ്റിഗേഷൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ജസ്റ്റ് കുഞ്ഞിൻ്റെ മൂക്കിലൊരു പാട്, അതിന് ആശുപത്രി പോകാൻ മിഡ്വൈസ് പറഞ്ഞു, അത്ര മാത്രമേ അവർക്ക് അറിയുള്ളൂ. അവരിടയ്ക്ക് വെച്ച് അവർക്ക് തിരിച്ചു പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ സൈഡിൽ നിന്നുള്ളവർ പറഞ്ഞു നിങ്ങൾക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. പിന്നെ ഇതിൻ്റെ പേരിൽ വേറെ മീറ്റിങ്ങുകൾ അങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്തായെന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. എനിവേ അപ്പോൾ അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ പോലും ഇവിടെ നോട്ടീസ് ചെയ്യപ്പെടും. ഇതിപ്പോൾ എൻ്റെ ലൈഫിൽ ഡയറക്റ്റ് ഞാൻ കണ്ട ഒരു സംഭവമാണ്. ജസ്റ്റ് എനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.